മലയാളത്തിന്റെ പ്രിയ നടൻ മധു ഒരിക്കൽ കൂടി ബോളിവുഡിലേക്ക്. ബീന ഉണ്ണികൃഷ്ണൻ നിർമ്മിച്ച് അനിൽ സംവിധാനം ചെയ്യുന്ന മയ്യ എന്ന ചിത്രത്തിലൂടെയാണ് ഒരിക്കൽ കൂടി മധു ഹിന്ദിയിലെത്തുന്നത്. അമിതാഭ് ബച്ചന്റെ ആദ്യ ചിത്രം എന്ന ഖ്യാതിയിൽ അറിയപ്പെടുന്ന KA അബ്ബാസിന്റെ സാദ് ഹിന്ദുസ്ഥാനിയാണ് മധു അഭിനയിച്ച ആദ്യ ഹിന്ദി ചിത്രം. 1969 ഇത് പുറത്തിറങ്ങിയത്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ തുടങ്ങി ഏതാണ്ട് 50-ലധികം മലയാള സിനിമകളിൽ മധു അപ്പോഴേക്കും അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. സാദ് ഹിന്ദുസ്ഥാനിക്ക് ശേഷം വൈകാതെ മേരെ സജ്ന എന്ന മറ്റൊരു ഹിന്ദി ചിത്രത്തിൽ അഭിനയിക്കാൻ മധു കരാറായി. ഷൂട്ടിംഗ് ഏറെ മുന്നോട്ടു പോകുകയും ചെയ്തു. എന്നാൽ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് പോലെ ഹിന്ദി സിനിമയുടെ ചിത്രീകരണം പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കില്ലായിരുന്നു. ചിത്രീകരണം ഇഴയാൻ തുടങ്ങിയപ്പോൾ ആ ചിത്രം പാതി വഴിയിൽ മധു ഉപേക്ഷിച്ചു. നിർമ്മാതാക്കൾ ഭീഷണിപ്പെടുത്തിയെങ്കിലും മധു വഴങ്ങിയില്ല. ഒടുവിൽ കഥയിൽ അല്പം മാറ്റം വരുത്തി അജിത് എന്ന നടനെ പകരക്കാരനാക്കി ഇറക്കിയാണ് ആ സിനിമ അവർ പൂർത്തിയാക്കിയത്. മധു അഭിനയിച്ച രംഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയതുമില്ല. പിന്നീട് 2005 മധു അഭിനയിച്ച ഒരു ഹിന്ദി ചിത്രം പുറത്തുവരുന്നത്. സായി പരഞ്ചപ്പായി സംവിധാനം ചെയ്ത ചാഡു ബാബു ആയിരുന്നു അത്. ടൈറ്റിൽ റോളിൽ തന്നെയായിരുന്നു അഭിനയം. ഇപ്പോൾ മയ്യ എന്ന ഹിന്ദി ചിത്രത്തിൽ മധു അഭിനയിക്കാൻ കാരണം കഥയും കഥാപാത്രവും ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, ഐറിസ് ഗ്രീൻ ഫിലിംസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്ന ബീന ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു കൂടി ആയതുകൊണ്ടാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.